ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇന്നത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ക്യൂൻ ഓഫ് സോർട്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം തീരുമാനിക്കാൻ എന്ന് വെച്ചാൽ എന്തൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഉറച്ച് തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ല ആത്മവിശ്വാസത്തിൽ ഇറങ്ങുന്നുണ്ട്. പിന്നെ 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ദ ഡെവിൾ വന്നിട്ടുണ്ട്, 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോർട്സ്, 6 ഓഫ് കപ്സ്, 10 ഓഫ് വാൻഡ്സ്, ജസ്റ്റിസും വന്നിട്ടുണ്ട് ലാസ്റ്റ്. അപ്പം നിങ്ങൾ പൈസ ഇത് ഉണ്ടാക്കാനായിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടേത് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ എങ്ങനെ അത് എന്താ പറയുക, കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എങ്ങനെ അത് നേടണമെന്നുള്ള ഒരു ടെൻഷനിൽ. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നേടാൻ പറ്റും, കാരണം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് കൂടെ. പിന്നെ ഒരു ഡെവിളുണ്ട്, അതിപ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ്. എന്തോ ഒരു ബ്ലാക്ക് മാജിക്കോ എന്തോ ഒരു ദൃഷ്ടിദോഷമോ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തടസ്സങ്ങളെ കാണിക്കുന്നത്. 7 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പം ഈ ഡെവിളിൻ്റെയൊക്കെ എനർജി കാണിച്ചുകൊണ്ടായിരിക്കാം എന്തോ ഒരു ശത്രുക്കളെ പോലെ കുറച്ച് ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ആരൊക്കെയാണ്. അതുപോലത്തെ നിങ്ങൾക്ക് അറിയുന്നവരൊന്നും അല്ലാതെ നിങ്ങളോട് ഒരുപാട് ജോലിയിലാണോ അതോ വീട്ടിലാണോ എന്തായാലും നിങ്ങളോട് മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളോട് ഏത് രീതിയിലായാലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഡെവിളിൻ്റെയൊക്കെ എനർജി കൊണ്ടായിരിക്കാം പൈസയുടെ കാര്യത്തിൽ ഈ ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ദൃഷ്ടിദോഷം ഈ ഒരു ഉള്ളതൊക്കെ അത് ഇന്നൊരു ദിവസത്തേക്കായിരിക്കും. ഇതങ്ങ് മാറിയിട്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്താണോ അതേ രീതിയിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ എന്താണ് പൈസയുടെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ട് മാറാനോ അത് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ 7 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നതും നിങ്ങൾക്ക് കുറേ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പക്ഷേ അത് നിങ്ങൾ നേടിയേ തിരിച്ചു വരും. കാരണം അത്ര നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നല്ല സന്തോഷമായിട്ട് എല്ലാവരും നല്ല സ്നേഹമായിട്ടിരിക്കും. നല്ല ഫാമിലിയിൽ നല്ല സന്തോഷമായിരിക്കും. കുറേ നാളായിരിക്കും നിങ്ങളിങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരുന്നിട്ട്. കാരണം അത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇന്നൊരു ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ നൈറ്റ് ഓഫ് സോർട്സ് ആണ്. അപ്പോൾ അത് നിങ്ങളെന്തോ ഒരു കാര്യം നേടിയിട്ടുള്ള സന്തോഷത്തിലുള്ള പോക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മണിയുടെ കാര്യത്തിലും വീട്ടിലായാലും ജോലിയിലായാലും ഒക്കെ ഒരു സ്ട്രഗിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ നേടി വരും. അപ്പോൾ ആ ഒരു നേടിയ സന്തോഷത്തിൽ നിങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലുള്ള ആരും ഒരാൾ നിങ്ങളെ ഇന്ന് കാണാൻ പറ്റില്ല. ഒന്നീ കൂടെ പണ്ട് പഠിച്ചാലോ ഇല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും പഴയ ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ അത്ര സ്നേഹത്തോടായിരിക്കും, നല്ല സന്തോഷത്തോടായിരിക്കും. അപ്പോൾ ആ കുറേ നിമിഷങ്ങൾ. പിന്നെ 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ടോ എന്തോ ഒന്ന് എല്ലാം ഈ ഇങ്ങനത്തെ സ്ട്രഗിള് വിഷമങ്ങൾ എല്ലാം നിങ്ങൾ ഇന്നൊന്ന് അവസാനിപ്പിക്കുകയാണ്. അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കം വരുവാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഈ വിഷമങ്ങളും ടെൻഷൻസ് സ്ട്രഗിളെല്ലാം
നിങ്ങളൊന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് പുതിയൊരു തുടക്കമാണ്. ജസ്റ്റിസാണ് പിന്നെ ജസ്റ്റിസാണ് പിന്നെ യൂണിവേഴ്സ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും നിങ്ങളെ. അപ്പം ഇന്നത്തെ എനർജി ഇതാണ്. വിഷമിക്കേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. കാരണം ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ഇപ്പോൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നല്ല കർമ്മങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.